नंदलाल राधा कृष्ण गोविंद गोविंद गोपाल। 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 गोविंद गोविंद राधे गोविंद 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 राधे गोविंद 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 राधे गोविंद 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 राधे गोविंद गोविंद। राधा कृष्ण गोविंद गोविंद गोपाल। नंदलाल राधा कृष्ण गोविंद गोविंद गोपाल। गिरिधारी लीला कृष्ण गोविंद गोविंद गोपाल। गिरिधारी लीला कृष्ण गोविंद गोविंद गोपाल। गोविंद गोविंद राधे गोविंद 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 राधे गोविंद 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 राधे गोविंद गोविंद नंदलाल राधा कृष्ण गोविंद गोविंद गोपाल। नंदलाल राधा कृष्ण गोविंद गोविंद गोपाल। यशोमती लाल बाल कृष्ण गोविंद गोविंद गोपाल। यशोमती लाल बाल कृष्ण गोविंद गोविंद गोपाल। गोविंद गोविंद राधे गोविंद 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 राधे गोविंद गोविंद राधे गोविंद गोविंद। नंदलाल राधा कृष्ण गोविंद गोविंद गोपाल। नंदलाल राधा कृष्ण गोविंद गोविंद गोपाल। पांडुरंग विठ्ठल कृष्ण गोविंद गोविंद गोपाल। पांडुरंग विठ्ठल कृष्ण गोविंद गोविंद गोपाल। गोविंद गोविंद राधे गोविंद 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 राधे गोविंद गोविंद राधे गोविंद गोविंद। नंदलाल राधा कृष्ण गोविंद गोविंद गोपाल। नंदलाल राधा कृष्ण गोविंद गोविंद गोपाल। राधे गोविंद गोविंद गोपाल। राधे गोविंद गोविंद गोपाल। राधे राधे गोविंद गोविंद गोपाल। राधे राधे गोविंद गोविंद गोपाल। सर्वत्र गोविंद नाम संकीर्तनम। गोविंद गोविंद जय बोल सद्गुरु महाराज की जय। सोलंकृशिष्ट भगवान् वचांसि मे योऽन्तः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं। കുറച്ച് സൗണ്ട് വയ്ക്കാം. ഹിന്ദുകുന്ദസുധാരാഭാ ഭക്തചിത്താമവർത്തിനി വാണീ മേ രസനാരംഗേ കരോതു നടനം സദാ। हयग्रीव हयग्रीव हयग्रीवेति यो वदेत् तस्य निस्सरते वाणी जन्मकन्या प्रवाहवत्। प्रेमप्रदानेकविचक्षणाभ्याम् अनन्यभक्तैरभिवन्दिताभ्यां मदीयचित्तासनशोभिताभ्यां नमो नमः प्रेमितपादुकाभ्याम्। स्वसुखनिभृतचरिताः तद्विदस्तान्यभावोऽपि अजितरुचिरलीला पृष्ठसारस्तदीयं व्यतनुतकृपया यः तत्त्वदीपं पुराणं तमखिलवृजिनग्नं व्याससूनं नतोऽस्मि।
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ജയ്ബോൾ സദ്ഗുരുനാത്മക. കുറച്ച് സൗണ്ട് വയ്ക്കും. ഇവിടത്തെ സൗണ്ട്. ജയ്ബോൾ സദ്ഗുരുനാഥ് മഹാരാജ് കി ജയ്. പുറത്തില്ലെങ്കിൽ ഉള്ളിലേക്ക് വന്നു. ജയ്ബോൾ സദ്ഗുരു. ഓക്കെ. ജയ്ബോൾ സദ്ഗുരു മഹാരാജ് കി ജയ്. ഇപ്പോൾ നവമസ്കന്ധമാണ് നമ്മൾ കേൾക്കേണ്ടത്. ഈ നവമസ്കന്ധത്തിൽ സൂര്യവംശ ചന്ദ്രവംശ രാജാക്കന്മാരുടെ ചരിത്രം വിസ്തരിച്ച് വർണ്ണിക്കുന്നു. വിസ്തരിച്ചെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പരീക്ഷിച്ച് പറയുന്നു കഥിതോ വംശവിസ്താര, വിസ്തരിച്ച് വർണ്ണിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ശുകാചാര്യൻ തന്നെ പറയുന്നു നശക്യത്തെ വിസ്തരത വക്തും വർഷശതൈരപി. 100 കൊല്ലം വിസ്തരിച്ച് പറഞ്ഞാലും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. അത്രയും രാജാക്കന്മാരുടെ കഥകളാണ് ഇവിടെ വർണ്ണിക്കുന്നു. ശരിക്കും ഇവിടെ ഈ ഭാഗവതത്തെ ഒരു തീവണ്ടിയായിട്ട് വാഴക്കുന്നം വാസുദേവൻ നമ്പൂതിരി അദ്ദേഹം ഒരു കീർത്തനം ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നു ഈ ഭാഗവതം ഒരു തീവണ്ടിയാണ്, ഒരു ട്രെയിനാണ്. മൊത്തം 12 കോച്ചാണ്. S1, S2, S3, S12 വരെ 12 കോച്ചുള്ള ഒരു തീവണ്ടിയാണ്. സംസാര സാഗര തീരത്തിൽ ഓടിക്കുന്നു. ഈ തീവണ്ടിയിൽ കയറണമെങ്കിൽ പാതാളയേശൻ്റെ കാരുണ്യമാകുന്നു. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടെങ്കിലേ ഈ തീവണ്ടിയിൽ കയറാൻ പറ്റുള്ളൂ. ഭാഗ്യമുള്ളവർക്ക് എല്ലാ കോച്ചും 12 കോച്ചിൽ നമുക്ക് പോവാം. ഭാഗ്യമില്ലാത്തവർ കുറച്ച് ഇവിടെ വന്നിട്ട് പോകും. എല്ലാം മുഴുവനും യാത്ര ചെയ്യുന്നവർ കുറച്ചേ ഉള്ളൂ. ചില ആളുകൾ ഇടയ്ക്ക് കയറി ഇടയ്ക്ക് ഇറങ്ങും. അങ്ങനെയാണ് മിക്കവാറും ഇവിടെ. ചില അമ്മമാർ മാത്രം മുഴുവനും ഇരിക്കുന്നുണ്ട്. അവരുടെ ഭാഗ്യം. മുഴുവനും തുടങ്ങുന്നത് വരെ അത്തം വരെ പോകാൻ ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ മുഴുവനും യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നവമസ്കന്ധം പറയുന്നത് S9 കോച്ചാണ്. ഈ കോച്ചിൽ സൂര്യവംശ ഇതൊക്കെ ജനറൽ ഡബ്ബ പോലെയാണ്. സൂര്യവംശ ചന്ദ്രവംശ രാജാക്കന്മാരുടെ എല്ലാവരും കുത്തിക്കയറ്റി എല്ലാവരും അങ്ങനെ റിസർവേഷനിലേറെ കയറുന്ന ഒരു ഡബ്ബ പോലെയാണ് ഈ നവമസ്കന്ധം. ഇതിൽ പല രാജാക്കന്മാരുടെ കഥ പറഞ്ഞു വരുമ്പോഴാണ് അംബരീഷൻ പേരുള്ള രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ബ്രാഹ്മണ ശാപം പോലും ബാധിച്ചിട്ടില്ല പറഞ്ഞപ്പോഴാണ് പരീക്ഷിത്ത് അത്ഭുതപ്പെട്ടു. ഇതാ കാരണം പരീക്ഷിത്ത് ഭാഗവതം കേൾക്കാൻ ഇരിക്കുന്നത് തന്നെ ശാപമേറ്റിട്ടാണ്. ബ്രാഹ്മണ കുഞ്ഞിൻ്റെ ശാപമേറ്റിട്ടാണ്. നാസ്പൃശത് ബ്രഹ്മശാപോപി എന്ന പ്രതിഹത ക്വചിത്. അപ്പോൾ ചോദിക്കുന്നു അംബരീഷൻ്റെ പെരുമ എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് അംബരീഷൻ്റെ പെരുമ ഇവിടെ പറയുന്നു. അംബരീഷൻ പറഞ്ഞാൽ എന്താ അർത്ഥം? അമ്പാദികം രീഷം നശ്വരം. ഈ ലോകത്തിൽ തായെ തന്തയെന്നും താരമേ കളി മക്കളെന്നും പിന്നെ ഭക്തന്മാർ പാടുന്നു. ഈ ലോകത്തിനോടെ ചുറ്റിരിക്കുന്നവർക്ക് കുറച്ചു കാലമേ നമ്മളൊപ്പം ഉണ്ടാവുള്ളൂ. അവസാനവും നിൻ്റെപ്പം ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വന്നവരാണ്. പക്ഷേ ആരാണ് ആദ്യം പോകും? അത് നിയമമില്ല. അത് മനസ്സിലാക്കിയ ആളാണ് അംബരീഷൻ. ഇല്ലെങ്കിൽ അമ്പരവത് ഈശ. ഈശ പറഞ്ഞാൽ ഇച്ഛ. ആകാശം പോലെ ബഹുളமான ജ്ഞാനം, വിസ്തൃത ജ്ഞാനം. അതാണ് അംബരീഷൻ. കാരണം അമ്പരം പറഞ്ഞാൽ ആകാശം. ആകാശം പറഞ്ഞാൽ ആകാശം മാത്രമല്ലേ, ഈ സ്പേസ്, എല്ലാ സ്പേസും ആകാശം തന്നെയാണ്. അതിൽ ഈശനെ കാണുന്ന ആളാണ് അംബരീഷൻ. അംബരീഷൻ ശബ്ദത്തിന് പല അർത്ഥം പറയുന്നു മഹാത്മാക്കൾ. അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതീം മഹീം അവ്യയാം ച ശ്രിയം ലബ്ധ്വാ വിഭവം ച അതുലം ഭുവി. അംബരീഷൻ മഹാഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഭാഗ്യവാൻ? സപ്തദ്വീപവതീം മഹീം. ഈ 7 ദ്വീപുകൾക്കും ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ച ആളായിരുന്നു അംബരീഷൻ. നമ്മൾ ലോകമില്ല, കുറച്ച് കേരളം ഭരിക്കുന്ന ഒരാളിന് എത്ര അഹങ്കാരം, കുറച്ച് തമിഴ്നാട് മാത്രം ഭരിക്കുന്ന ആളുകൾക്ക് എത്ര അഹങ്കാരം. ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ച ആൾക്ക് അഹങ്കാരമില്ല.
മഹാഭാഗ്യമാണ്. അതുകൊണ്ട് കുറച്ച് നമുക്ക് ഐശ്വര്യം ഉണ്ടെങ്കിലേ അഹങ്കാരം ഉണ്ടാവും. പിന്നെ തല താഴ്ത്തി നടക്കില്ല, തല പൊക്കിയേ നടക്കുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം. ഇവിടെ അംബരീഷനെ കണ്ട് പഠിക്കേണ്ടതാണ്. ഇതൊക്കെ സാധാരണ ഐശ്വര്യമാണ്. പിന്നെ വേറൊരു ഐശ്വര്യം കൂടി ഉണ്ടായിരുന്നു. അവ്യയാഞ്ച ശ്രിയം ലബ്ധ. വ്യയം പറഞ്ഞാൽ നശിക്കുന്നതാണ്. അവ്യയം പറഞ്ഞാൽ നശിക്കാത്ത ഐശ്വര്യം ഉണ്ടായിരുന്നു. നശിക്കാത്ത ഐശ്വര്യം ഏതാണ്? ഭക്തി. അതാണ് ത്യാഗരാജസ്വാമികൾ പാടുന്നത്. രാമഭക്തി സാമ്രാജ്യ. രാമഭക്തി സാമ്രാജ്യം, കൃഷ്ണഭക്തി സാമ്രാജ്യം. അങ്ങനെ ഈ അംബരീഷണക്ക് ഭക്തി സാമ്രാജ്യം. അതുകൊണ്ടാണ് അഴിയാത്ത. ബാക്കി ഇവിടെ പറയുന്നുണ്ട് വിഭീഷണനെ കുറിച്ച് രാമായണത്തിൽ. വിഭീഷണനെ രാവണൻ പറഞ്ഞു വിട്ടു, നീ അവിടെ തന്നെ ചെന്നോളൂ. രാവണൻ്റെ അടുത്ത് തന്നെ പോയിക്കോളൂ പറഞ്ഞപ്പോൾ ആകാശത്തിൽ നിൽക്കുന്നു വിഭീഷണൻ. താഴെ ഇരിക്കാൻ പോലും സ്ഥലമില്ല. ആകാശത്തിൽ നിൽക്കുന്ന വിഭീഷണനെ കുറിച്ച് വാൽമീകി രാമായണത്തിൽ പറയുന്നു, അന്തരിക്ഷഗത ശ്രീമാൻ. ആകാശത്തിൽ നിൽക്കുന്ന ശ്രീമാൻ. ആകാശത്തിൽ നിൽക്കുന്നത് ശ്രീമാൻ. താഴെ പൊളിക്കുക സ്ഥലമില്ലാതെ ആളോട് ശ്രീമാൻ പറയാൻ എന്താ കാരണം? ആ രാമഭക്തിയാണ്. അതേപോലെ വിഷ്ണുധർമ്മോത്തരം ഒരു ഗ്രന്ഥത്തിൽ ഗജേന്ദ്രൻ്റെ കഥ വർണ്ണിക്കുന്നു. അവിടെ പറയുന്നു, ഏഷ നാഗവര ശ്രീമാൻ. മുതലുടെ വായിൽ കാളം കൊടുത്ത് ബുദ്ധിമുട്ടുന്ന ആണയെ വർണ്ണിക്കുമ്പോൾ ഏഷ നാഗവര ശ്രീമാൻ. ആ ആണയ്ക്കും ഭക്തി ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ അവ്യജാഞ്ചശ്രിയം ലബ്ധ്വാ വിഭവഞ്ചാകുലം ഭുവി മേനേതി ദുർലഭം പുംസാം സർവം തത് സ്വപ്ന സംസ്തുതം. ഇതൊക്കെ സ്വപ്നത്തിൽ വരുന്ന ദ്രവ്യം പോലെയാണ്. ഏനേകം ലോഷ്ടവത് സ്മൃതം. ഈ ഭൂമി മുഴുവൻ ചുറ്റിട്ടും ഒരു മണ്ണാങ്കട്ടയെ പോലെ വിചാരിച്ചു. കാരണം അതുപോലെയാണ് ഈ ഭൂമി. ഇതിരുന്നിട്ട് ഇത് നശ്വരമെന്ന് മനസ്സിലാക്കിയ ആളാണ്. എപ്പോഴും മനസ്സുകൊണ്ട് ഭഗവാനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. സവൈ മന കൃഷ്ണപദാരവിന്ദയോ വചാംസി വൈകുണ്ഠഗുണാവർണ്ണനേ. ആര് എന്ത് കഴിച്ചുവോ അതിൻ്റെ മണം ഉണ്ടാവും. സംസാരിക്കുമ്പോൾ വെളുത്തുള്ളി കഴിച്ചവരുടെ സംസാരിക്കുമ്പോൾ അതിൻ്റെ മണം ഉണ്ടാവും. കായം കഴിച്ചവരുടെ സംസാരിക്കുമ്പോൾ അതിൻ്റെ മണം ഉണ്ടാവും. പിന്നെ വേഗം സേവിച്ചവർ അത് സംസാരിച്ചാൽ അതിൻ്റെ മണം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് ഒത്തില്ലേ. അതുപോലെ നമ്മൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നുവോ അതേ സംസാരിക്കുള്ളൂ. ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം അയാൾ എന്താണ് മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മനസ്സിൽ ഈ അംബരീഷൻ എപ്പോഴും മനസ്സിൽ ഭഗവാനെ വിചാരിക്കുന്നത് കൊണ്ട് എന്താണ്? സംസാരിക്കുന്നത് മുഴുവനും ഭഗവാന്റെ ഗുണങ്ങളാണ്. വൈകുണ്ഠ ഗുണാനുവർണ്ണനേ കരൗകരേ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാര അച്യുത സത്തചോദരേ. കൈകൾ കൊണ്ട് ഭഗവാന്റെ അമ്പലത്തിൽ ചെന്ന് ഞാൻ വലിയ രാജാവാണെന്ന് വിചാരിക്കാതെ ക്ഷേത്രത്തിൽ അടിച്ച് തെളിക്കാറുണ്ട്. നമ്മളൊക്കെ ചെയ്യാറുണ്ടോ? അതിന് ആളെ ഏൽപ്പിക്കും. സ്വന്തം വീട് തന്നെ അടിച്ച് തെളിക്കാതെ ആൾക്കാരാണ് നമ്മൾ. അതിന് തന്നെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടെ അംബരീഷൻ ഇത്ര വലിയ രാജാവായിട്ടും അടുത്തുള്ള അമ്പലത്തിൽ ചെന്ന്, അമ്പലം പറഞ്ഞാൽ അവിടെ ശ്രീരംഗക്ഷേത്രത്തിലുള്ള രംഗനാഥസ്വാമിയാണ് പണ്ട് അവിടെ ഉണ്ടായിരുന്നത്. വലിയ അമ്പലമാണ്. ആ രംഗനാഥ ക്ഷേത്രത്തിൽ ചെന്ന് അടിച്ച് തെളിച്ച് കരവു ഹരേഹേ മന്ദിരമാർജനാദിഷു. ഇപ്പോഴും പൂരി ജഗന്നാഥം എന്ന ക്ഷേത്രം ഒറീസയിലുണ്ട്. ഒഡീസയിൽ അവിടെ ഭഗവാന്റെ ഉത്സവം നടത്തുന്ന സമയത്ത് അവിടുത്തെ രാജാവ് വന്ന് ആ ഭഗവാൻ പറഞ്ഞ വഴിയിൽ ഇങ്ങനെ അടിച്ച് തെളിക്കാറുണ്ട്. എന്താ കാരണം? അത് ആ രാജാവിൻ്റെ പരമ്പര ധർമ്മമാണ്. അപ്പോൾ രാജാവായതുകൊണ്ട് സാധാരണ ചൂളില്ലേ, സുവർണ്ണപ്പിടി വെച്ച് ചൂള് പിടിച്ച് ഇങ്ങനെ ചെയ്യും. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. അവിടെ ഉത്സവം നിങ്ങൾ നേരിട്ട് കാണാം. ചിലപ്പോൾ ലൈവായിട്ട് വരും. പൂരി ജഗന്നാഥ യാത്ര കർക്കിടക മാസത്തിൽ ഒക്കെ വരവുണ്ടാവും. കരോകരേ മന്ദിരമാർജനാദിഷു ശ്രുതിഞ്ചകാര അച്യുത സത്രചോദേ. രാജാവ് തന്നെ അങ്ങനെ ചെയ്തു പറഞ്ഞാൽ പിന്നെ ഭാര്യ ചോദിക്കേണ്ട ആവശ്യം. രാജാവിൻ്റെ ഭാര്യ ശ്രീമതി രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ വന്ന് പിന്നെ വിളക്ക് തുടച്ച് ഇതൊക്കെ വൃത്തിയാക്കി പിന്നെ വിളക്ക് കൊളുത്തി ചന്ദനം ഉണ്ടാക്കി മാല പൂക്കളൊക്കെ പറിച്ചു തരും രാജാവ്.
മാല വൃത്തിയായിട്ട് കട്ടിതരും ഭാര്യ. ഇങ്ങനെ ഭഗവാന്റെ കൈകറിയിൽ ചെയ്തുകൊണ്ടിരുന്നു. മുകുന്ദലിംഗാലയ ദർശനേ ദൃശവും. പണ്ടത്തെ രാജാക്കളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. അംബരീഷൻ അമ്പലത്തിൽ അടിച്ച് തൂർത്ത് ശുദ്ധാക്കി. ഇപ്പോഴത്തെ രാജാക്കളോ അമ്പലമില്ലേ, അമ്പലത്തിൻ്റെ ഭണ്ഡാര അടിച്ച് തൂർത്ത് കൊണ്ടുപോകും ഒരിക്കലേക്ക്. അങ്ങനെ ആവത് അംബരീഷിൻ്റെ പോലെ ആവണം. ശ്രുതിം ചകാര അച്യുത സത്തതോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദശൗ തദ്ഭൃത്യഗാത്രസ്പർശേ അംഗസംഗമം. കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ ഓരോരോ ദിവ്യക്ഷേത്രങ്ങളിൽ, നമ്മുടെ ഭാരതദേശത്തെ പെരുമ 108 വിഷ്ണു ക്ഷേത്രങ്ങളും 271 ശിവക്ഷേത്രങ്ങളും പോരാ, പിന്നെ എത്ര ദേവി ശക്തിപീഠങ്ങൾ എത്രയാണ്. ഇത് മുഴുവനും ഞാൻ നോക്കാൻ പുറപ്പെട്ടവരുടെ ആയുസ് പോരാ. ഓരോരോ മഹാമഹാക്ഷേത്രങ്ങളാണ്. തമിഴ്നാട്ടിൽ വന്ന് നോക്കിയാൽ നമുക്ക് കാണാം. അത്ര വലിയ വലിയ മഹാക്ഷേത്രങ്ങൾക്ക് കാണാം. അതിനുവേണ്ടി കണ്ണ് ഉപയോഗപ്പെടുത്തണം. മുകുന്ദലിംഗ ആലയ ദർശനം. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ നോക്കാൻ പറ്റില്ലെങ്കിലും ഭഗവാന്റെ അമ്പലം പുറത്ത് ഗോപുരം ഉണ്ടല്ലോ, ഗോപുരം കണ്ട് തൊഴുതാൽ മതി. ഗോപുര ദർശനം കോടി പുണ്യം എന്ന് പറയാറുണ്ട്. അത് ഭഗവാന്റെ ഗോപുരം എന്നാ ഭഗവാന്റെ തിരുവടി പോലെയാണ്. ഇപ്പം മുഴുവനും ഭഗവാൻ കണ്ടില്ലെങ്കിൽ ആ ഗോപുരം കണ്ട് തൊഴുതാലും കുഴപ്പമില്ല. ആലയ ദർശനേ ദൃശവും തദ്ഭൃത്യഗാത്രസ്പർശേ അംഗസംഗമം. ഘ്രാണഞ്ച തത്വാദ സരോജസൗരവേ ശ്രീമത്തുലസ്യാരസനാം തതർപ്പിതേ പാദോ ഹരേ ക്ഷേത്രപദാനുസർപ്പണേ. പിന്നെ തൻ്റെ മൂക്കിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാനക്ക് തന്നെ സമർപ്പിക്കുന്നു. ഭഗവാനക്ക് സമർപ്പിച്ച് ആ തുളസി ഘ്രാണിച്ച് അത് ആസ്വദിക്കുന്നു. ഘ്രാണഞ്ച തത്പാദ സരോജസൗര. ഭഗവാന്റെ പാദത്തിലിട്ട് പൂക്കള ഘ്രാണിക്കുന്നത് അത് മൂക്കിൻ്റെ ഇന്ദ്രിയത്തെ ഒരു ഭാഗ്യം. നാവിൻ്റെ ഭാഗ്യം ഭഗവാനക്ക് സമർപ്പിച്ച തുളസ് അത് കഴിക്കും. പാദൗ ഹരേഹേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഋഷികേശപദാഭിവന്ദനേ. ഭഗവാന്റെ അമ്പലത്തിൽ പ്രദക്ഷിണം വച്ച് കാമഞ്ച ദാസ്യേനതു കാമകാമ്യ. കാമം പറഞ്ഞാൽ ആഗ്രഹം ഭഗവാന്റെ പാദത്തിലാണ്, ഭക്തന്മാരുടെ പാദത്തിൽ അവർക്ക് കൈങ്കര്യം ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ അംബരീഷൻ്റെ ഭക്തി ഇവിടെ വിസ്തരിച്ച് വർണ്ണിക്കുന്നു. അംബരീഷൻ്റെ രാജ്യഭരണകാലത്ത് ഓരോ ആളുകളും സ്വർഗത്തിന് പോയിട്ടില്ലേ. സ്വർഗോടപ്രാർത്ഥിതോ യസ്യ മനുജൈരമരപ്രിയ. അപ്പോൾ നാരദൻ യമലോകത്തിൽ ചെന്നപ്പോൾ യമധർമ്മരാജാവ് പറഞ്ഞു, ഭൂലോകത്തിൽ എല്ലാവരും പുണ്യം ചെയ്യുന്നു തോന്നുന്നു, ഓരോ ആളുകളും ഇവിടെ യമലോകത്തിൽ വരുന്നില്ലേ. ഈ യമലോകത്തിലിരിക്കുന്ന എല്ലാവർക്കും VRS അവർക്ക് വാലിയ കിട്ടിയൻമണ്ട് കൊടുത്ത് അയച്ചതാണ്, ഞങ്ങൾക്ക് ജോലിയില്ലേ. അപ്പോൾ നാരദൻ യമലോകത്തിൽ നിന്ന് സ്വർഗത്തിൽ ചെന്നപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ഇന്ദ്രൻ പറഞ്ഞു, ഇവിടെ ഒരാൾ വരുന്നില്ലല്ലോ സ്വർഗത്തിലേക്ക്, എല്ലാവരും പാപങ്ങൾ കൂടുതൽ ചെയ്യുന്നു തോന്നുന്നു, എല്ലാവരും നരകത്തിലേക്കാണ് പോകുന്നു. അപ്പോൾ നാരദൻ പറഞ്ഞു, നരകത്തിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ വരുന്നു, അവിടെയും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന എല്ലാവരും. ഇപ്പോൾ സ്വർഗത്തിൽ ഒരാൾ വരുന്നില്ലല്ലോ, എന്താ കാരണം? അപ്പോഴാണ് നാരദൻ പറഞ്ഞു, ഭൂലോകത്തിലിരിക്കുന്ന എല്ലാവരും ഭഗവാന്റെ നാമജപം ചെയ്യുന്നു. അംബരീഷൻ്റെ രാജ്യഭരണമല്ലേ, അതുകൊണ്ട് ഒരാളും നരകത്തിലേക്കും പോകില്ല, സ്വർഗത്തിലേക്ക് പോകില്ല. ത്രൂ ടിക്കറ്റ് വൈകുണ്ഠം. അവർക്ക് പിന്നെ എവിടെയും സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടല്ലോ, നോൺ സ്റ്റോപ്പ് ബസ് ഇങ്ങനെ പറയാറുണ്ടല്ലോ, അതുപോലെ ഇടയ്ക്ക് സ്വർഗം ഇറങ്ങാൻ എവിടെയും പോകാതെ ത്രൂ വൈകുണ്ഠം എല്ലാവരും പോകുന്നു, ത്രൂ ടിക്കറ്റ് പോലെ. അപ്പോൾ ഇന്ദ്രനക്ക് അഭിമാനം അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാൻ ഓരോ ആളെങ്കിലും വിളിച്ചു കൊണ്ടുവരാം സ്വർഗത്തിലേക്ക് പറഞ്ഞ്. അവിടെ ഭൂലോകത്തിൽ ഒരു ഭിക്ഷക്കാരനോട് ചോദിച്ചു, നീ വരുമോ സ്വർഗത്തിലേക്ക്? എനിക്ക് സ്വർഗം ഇഷ്ടമില്ല. ആ ഭിക്ഷക്കാരൻ ചോദിച്ചു, അവിടെ സ്വർഗത്തിൽ അമ്പലമുണ്ടോ? അവിടെ ഭജനമൊക്കെ നടക്കാറുണ്ടോ? അവിടെ അമ്പലമൊന്നുമില്ലേ, ഒരു അമ്പലം മാത്രമേ ഉള്ളൂ, ഉപേന്ദ്രൻ്റെ അമ്പലം, ശാന്തിക്കാർ മാത്രമേ പോകുള്ളൂ, ഞങ്ങൾ പോകില്ലേ. അപ്പോൾ ഞാനില്ലേ. ഇപ്പോൾ ഭിക്ഷക്കാരൻ വന്നില്ലേ പറഞ്ഞപ്പോൾ അവിടെ ഒരു കുപ്പയിൽ ഒരു നായ ഉണ്ടായിരുന്നു. ആ നായനോട് ചോദിച്ചു, നീ ഒന്ന് വരുമോ സ്വർഗത്തിലേക്ക്? നായ ചോദിച്ചു, സ്വർഗത്തെ എന്താ? സ്വർഗത്തിൽ നല്ല അമൃതം കുടിക്കാം, ഊർവശി ഡാൻസൊക്കെ കാണാം. അപ്പോൾ നായ ചോദിച്ചു, അതിരുന്നോട്ടെ,
ഭക്തന്മാർ ഭഗവാന്റെ നാമം ജപിച്ച് നൃത്തം വയ്ക്കുമോ അവിടെ ഭക്തന്മാർ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള ഉച്ചിഷ്ട വാഴയില കിട്ടുമോ? അത് അവിടെ ഭക്തന്മാർ തന്നെ ഇല്ലേ? പിന്നെ ഉച്ചിഷ്ട അവിടെ ഒന്നുമില്ലേ? ഇപ്പം നായ പറഞ്ഞു എനിക്കും സ്വർഗം വേണ്ട. ഭൂലോകത്തിലിരിക്കുന്ന ഒരു നായ പോലും അംബരീഷിൻ്റെ രാജ്യഭരണകാലത്ത് സ്വർഗം പ്രാർത്ഥിച്ചിട്ടില്ലേ? സ്വർഗോ ന പ്രാർത്ഥിതോ യസ്യ മനുജൈഃ അമരപ്രിയഃ ശൃണ്വദ്ഭിരുപകായദ്ഭിഃ ഉത്തമശ്ലോകചേഷ്ടിതം. എല്ലാവർക്കും ഭൂലോകത്തിലിരിക്കുമ്പോൾ അംബരീഷിൻ്റെ രാജ്യഭരണ കാലത്ത് നാമജപമാണ് ഇഷ്ടം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവരും നാമജപം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അംബരീഷൻ്റെ ഭക്തി കണ്ടപ്പോൾ ഭഗവാനക്ക് തോന്നി എന്തെങ്കിലും കൊടുക്കണം. ഭഗവാൻ മുമ്പിൽ വന്നിട്ടും ഒന്നും ചോദിക്കുന്നില്ലേ? നമ്മളൊക്കെ അമ്പലത്തിൽ വരുമ്പോൾ തന്നെ എന്തൊക്കെ ആവശ്യം ഒരു ലിസ്റ്റ് എഴുതി, ബാസാറിൽ പോകുമ്പോൾ എന്തൊക്കെ മേടിക്കണം, സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്തൊക്കെ മേടിക്കണം നമ്മൾ എഴുതി പോകാറുണ്ടല്ലോ. അതുപോലെയാണ് അമ്പലത്തിലേക്ക് വരും. പക്ഷേ അംബരീഷൻ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടും ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഭഗവാനക്ക് തോന്നി ഭഗവാൻ വന്നാൽ വെറുതെ പോകില്ലേ, എന്തെങ്കിലും കൊടുത്തിട്ടേ പോകുള്ളൂ. അതുകൊണ്ട് വെച്ചിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ചക്രം തൽക്കാലം വെച്ചോളൂ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഭഗവാൻ കൊടുത്ത ചക്രം പൂജയ്ക്കായി വെച്ചു. തസ്മൈ അതാ ധരിശ്ചക്രം പ്രത്യനീകഭയാവഹം ഏകാന്തഭക്തിഭാവേന പ്രീതോ ഭൃത്യാഭിരക്ഷണം. ഭഗവാനത് പണ്ടേ അറിയാം ദുർവാസന വരാൻ പോകുന്നു. അതിനുവേണ്ടി പണ്ട് തന്നെ ചക്രം കൊടുത്തു വച്ചു. അംബരീഷനും ആ ചക്രത്തെ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. അംബരീഷൻ്റെ രാജഭരണകാലത്ത് സുദർശന ചക്രമാണ്. ഇപ്പോഴൊക്കെ അശോക ചക്രമാണ് ഈ കൊടിയിലും പൈസയിലും. അംബരീഷൻ്റെ രാജഭരണകാലത്ത് സുദർശന ചക്രമാണ് കൊടിയിലും പൈസയിലും. അതുപോലെയാണ് ഇടയ്ക്കിടയ്ക്ക് യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അത് ആ നാടിൻ്റെ പേര് ഓർമ്മയില്ലേ? ഈ മുസ്ലിം രാജ്യത്തിന് ഇടയ്ക്ക് ഒരു രാജ്യം, ആ രാജ്യത്തെ പേര് ഓർമ്മയില്ല. അവരുടെ കൊടിയിലും സുദർശന ചക്രമാണ് ഞാൻ കണ്ടു. അപ്പോൾ എന്താ കാരണം? അവർക്ക് അത്ര ഭയമില്ല ജീവിക്കാൻ. കാരണം യൂതരുടെ രാജ്യമാണ്. അവരുടെ രാജ്യത്തും ഈ കൊടിയിൽ സുദർശന ചക്രം കണ്ടു. അങ്ങനെ സുദർശന ചക്രമാണ് അംബരീഷിൻ്റെ രാജ്യഭരണകാലത്ത് കൊടിയിലായിരുന്നു, അതേപോലെ പൈസയിലും. അങ്ങനെ അംബരീഷൻ രാജ്യഭരണം നടത്തിയിരിക്കുമ്പോഴാണ് വൃശ്ചിക മാസം ശുക്ലപക്ഷ ദ്വാദശി കാർത്തിക ഏകാദശി, കാർത്തിക ദ്വാദശി വൃന്ദാവന ദ്വാദശി എന്നാണ് പേര്. അന്നാണ് ഭഗവാൻ വൃന്ദാദേവിയെ തുളസീദേവിയെ വിവാഹം കഴിച്ച ദിവസം. അതിന് വേണ്ടി വൃന്ദാവനത്തിലേക്ക് ചെന്നു. ഓരോ സമയത്തിൽ ഓരോ ക്ഷേത്രത്തിൽ പ്രാധാന്യമാണ്, ഓരോ മാസം അതേപോലെ ഓരോ നദിക്ക് പ്രാധാന്യം. കർമ്മങ്ങൾ ചെയ്യാൻ പോയി അംബരീഷൻ. അത് എവിടെ ചെയ്തു? സരസ്വതി തീരത്തിൽ ചെയ്തു. അംബരീഷൻ കർമ്മം ചെയ്യുമ്പോൾ സരസ്വതി തീരത്തിൽ ചെയ്തു പറയുന്നു. ഈജേ അശ്വമേധൈ അധിയജ്ഞമീശ്വരം മഹാവിഭൂത്യോപചിതാംഗദക്ഷിണൈ തഥൈർവസിഷ്ഠാസിത ഗൗതമാദിവി. വസിഷ്ഠനാണ് ഇക്ഷ്വാകിൻ്റെ സൂര്യവംശത്തിൻ്റെ ഗുരുവല്ലേ. ധന്വന്യവിസ്തൃതം അസൗ സരസ്വതി. സരസ്വതി നദീതീരത്തിൽ കർമ്മങ്ങളും അതേപോലെ ജ്ഞാനത്തിനുമുള്ള പ്രാധാന്യമുള്ള നദിയാണ്. പക്ഷേ ഭക്തിക്ക് യമുനയാണ് പ്രാധാന്യം, ജ്ഞാനത്തിന് ഗംഗ പ്രാധാന്യം. അതുകൊണ്ടാണ് ഹരിം മധുവനീം ചെയ്ത് സ്നാരക്കദാചിത് വ്രതാന്തേ കാർത്തികേ മാസി ത്രിരാത്രം സമുപോഷിത. ഏകാദശി വ്രതം വേണ്ട വിധത്തിൽ ചെയ്യുന്ന ആളായിരുന്നു. ഏകാദശം 3 ദിവസം പട്ടിണി കിടക്കണം. ദശമി ദിവസം രാത്രി തന്നെ പട്ടിണി കിടക്കണം, ഏകാദശി മുഴുവനും. പിന്നെ ദ്വാദശി അന്ന് രാവിലെ ബ്രാഹ്മണന്മാർക്ക് ഭക്ഷണം കൊടുത്ത് പിന്നെ പ്രസാദം ഭഗവാനൊക്കെ നേരിച്ച പ്രസാദം കഴിക്കണം. പിന്നെ 3 ദിവസം ചെയ്യേണ്ട വ്രതമാണ്
അത് വേണ്ട വിധത്തിൽ ചെയ്യുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ദിവസം ഒരു കൊല്ലം ഇത് എങ്ങനെ ചെയ്തു? ദ്വാദശി ദിവസം 12 ബ്രാഹ്മണന്മാർക്ക് സുവർണ പായസത്തിൽ പായസദാനം കൂടി ചെയ്തു. അതാണ് ഇവിടെ പറയുമ്പോൾ ദധാര ദ്വാദശി വ്രതം യുക്ത സാംവത്സരം വീര ദധാര ദ്വാദശി വ്രതം. അങ്ങനെ ചില നിയമങ്ങളോട് ചെയ്യുമ്പോൾ അതിന് ഒരു പ്രധാന ക്ഷേത്രത്തിൽ വെച്ചത് നിയമം എടുത്തത്. അതുകൊണ്ടാണ് വൃന്ദാവനത്തിൽ വന്നു അങ്ങനെ ഏകാശി വ്രതം ചെയ്ത് ദ്വാദശി ദിവസം ബ്രാഹ്മണന്മാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അംബരീഷൻ പാരണ വീടാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്താണ് തസ്യതർഹ്യതിഥി സാക്ഷാത് ദുർവാസ ഭഗവാനഭൂത്. ഒരു സത്കർമ്മം ചെയ്ത് സമർപ്പിക്കുന്ന സമയത്ത് ആരെങ്കിലും വലിയ മഹാത്മാക്കൾ വന്നാലോ, അല്ലെങ്കിൽ ഒരു ഗരുഡപക്ഷി വന്നാലോ, ഒരു പശു വന്നാലോ, ഭഗവാന്റെ ശിരസിൽ നിന്നും ഭഗവാന്റെ പാദത്തിൽ കൂടെ തുളസി ഒരു പൂ വീണാലോ, അതൊക്കെ നല്ല നിമിത്തമാണ്, നല്ല ശകുനമാണ്. അങ്ങനെ ഈ അംബരീഷൻ പാരണ വ്രതം അവസാനിക്കുന്ന സമയത്ത് ദുർവാസ മഹർഷി വന്നു. ദുർവാസനെ കണ്ടപ്പോൾ വലിയ തപസ്വിയല്ലേ, അദ്ദേഹത്തിന് വീണ്ടും നമസ്കരിച്ചു. നിങ്ങളും ഇവിടെ വന്ന് പങ്കെടുക്കണം, ഈ ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കണം പറഞ്ഞപ്പോൾ അദ്ദേഹം കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് യമുനയ്ക്ക് ചെന്നു. യമുനയിൽ ചെന്ന അദ്ദേഹം നിമമജ്ജ ബൃഹത്യായൻ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ധ്യാനത്തിലേക്ക് പോയി. ഏതാണ് ഇവിടെ പറയുന്നു? ബൃഹത്യായന്. ബൃഹത്ത് പറഞ്ഞാൽ ഗായത്രി എന്നാണ് അർത്ഥം. പക്ഷേ ഗുരുനാഥൻ പറയുമ്പോൾ ഈ അംബരീഷനെയാണ് ദുർവാസ മഹർഷി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ ധ്യാനിച്ചാൽ ചെറിയ ധ്യാനം, ഭക്തന്മാരെ ധ്യാനിച്ചാൽ വലിയ ധ്യാനം. അതുകൊണ്ട് അംബരീഷനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അംബരീഷനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അംബരീഷനക്ക് സമയമായി, പാരണ വീടാനുള്ള സമയമായി. ഉടനെ അടുത്തുള്ള ബ്രാഹ്മണന്മാരോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ദുർവാസ മഹർഷി വന്നില്ലല്ലോ. അപ്പോൾ മഹാത്മാക്കൾ പറഞ്ഞു, കുറച്ച് തുളസി തീർത്ഥം സേവിച്ചാൽ മതി. എന്നാൽ വേദം തന്നെ പറഞ്ഞിട്ടുണ്ട്, അപോസ്നാദി തന്നേവാസ്തം നൈവാനസ്തം. വേദത്തിൽ തീർത്ഥം കുടിച്ചാൽ അത് ഭക്ഷണം കഴിച്ചതിൻ്റെ തുല്യം ഭക്ഷണം കഴിക്കാത്ത സമമാണ്. ഇത് പറഞ്ഞപ്പോൾ കുറച്ച് തുളസി തീർത്ഥം സേവിച്ചു. അത് മനസ്സിലാക്കി ദുർവാസൻ അവിടെ നിന്ന് വേഗം ശുദ്ധിയെടുത്ത് വന്നു. എന്താ കാരണം? അംബരീഷിൻ്റെ പെരുമ കാണിക്കാൻ വേണ്ടിയാണ് ഇയാൾ വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, എന്നെ വിളിക്കാതെ എങ്ങനെ ഭക്ഷണം കഴിച്ചു? ഭക്ഷണം കഴിച്ചില്ലേ, വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അത് ഋഷീശ്വരനാണ് പറഞ്ഞതാണ്. അത് ഭക്ഷണം കഴിച്ചതിൻ്റെ സമം, ഭക്ഷണം കഴിക്കാതെ സമം. അപ്പോൾ അദ്ദേഹം ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? വേദം ഭക്ഷണം കഴിച്ചതിൻ്റെ തുല്യം പറഞ്ഞില്ലേ? ശുണ്ടിയെടുക്കുന്ന ആൾക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം. അവർ എന്തെങ്കിലും ശുണ്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ ഇന്ന് എതിർത്തിങ്ങനെ സംസാരിക്കാൻ പാടില്ല. അവർ ശരി, അവർ പറഞ്ഞിട്ട് മിണ്ടാതിരുന്നാൽ ഇത്ര വശത്ത് മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ. രണ്ട് വിധത്തിൽ അവർക്ക് ശുണ്ടിയുണ്ട്. അതുപോലെയാണ് അവിടെ ദുർവാസ മഹർഷി നിൻ്റെ ഈ അഹങ്കാരം ഞാൻ ഇല്ലാതാക്കാം. അംബരീഷിന് ഒരു അഹങ്കാരവും ഇല്ല, തല താഴ്ത്തി നിൽക്കുന്നു. എന്നാൽ ദുർവാസ മഹർഷി തൻ്റെ ജടയിൽ നിന്നും ഒരു ജട പറിച്ച് ആഭിചാരമന്ത്രം പ്രയോഗം ചെയ്തു. അതിൽ നിന്നും ഒരു ഭൂതം പുറപ്പെട്ടു. ഭൂതം പുറപ്പെട്ട് കയ്യിൽ കത്തിയുമായി വരുന്ന സമയത്തിൽ പോലും അംബരീഷനക്ക് വേണ്ട സമയത്തിൽ ഭഗവാൻ ജ്ഞാനം കൊടുത്തു. അംബരീഷൻ അവിടെ നിൽക്കുന്നു. ഭൂതം വന്നപ്പോൾ അവിടെ അടുത്തിരുന്ന സുദർശന ചക്രം അത് പുറപ്പെട്ടു. പ്രതിഭട്ട സ്ത്രീ വിഭീഷണ. സുദർശന ചക്രം ഇല്ല, സുദർശന യന്ത്രം വച്ചാൽ മതി, സുദർശന മന്ത്രം ജപിച്ചാൽ മതി. അവരുടെ അടുത്ത് തന്നെ ഭൂതപ്രേതങ്ങൾ വരാൻ പറ്റില്ല. ഇവിടെ ഒറിജിനൽ സുദർശനമാണ്. അത് പുറപ്പെട്ട് ഭൂതത്തെ ഭസ്മമാക്കി. ഭൂതം ഭസ്മമായപ്പോൾ ദുർവാസക്ക് മനസ്സിലായി എന്താ കാരണം ഈ ആഭിചാരമൊക്കെ വേണ്ടാത്ത സ്ഥലത്തിലേക്ക് പറഞ്ഞു വിട്ടാൽ തിരിച്ച് നമ്മൾ തന്നെ അടിക്കും. അത് മനസ്സിലാക്കിയ ദുർവാസൻ ഓടാൻ തുടങ്ങി. ദുർവാസൻ ഓടുന്ന സമയത്ത് സുദർശന ചക്രം പുറകിൽ വരണം. എന്തിനാ കാരണം? ദുർവാസന വീണ്ടും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ദുർവാസൻ എല്ലാ ദിക്കിലും ഓടി അവസാനം രക്ഷപ്പെടാൻ വേണ്ടി ബ്രഹ്മാവോട് പറഞ്ഞു, ബ്രഹ്മാവിനോട് എന്നെ രക്ഷിക്കണേ. ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങോട്ട് ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലേ, നേരെ വൈകുണ്ഠത്തിലേക്ക് ചെല്ലും. ദുർവാസൻ വൈകുണ്ഠം പോകുന്ന വഴിയിൽ ഒരു ബോർഡ് കണ്ടു, വേ ടു കൈലാസ്. ഉടനെ കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ വിളിച്ചു, ശംഭോ മഹാദേവ എന്നെ രക്ഷിക്കണേ, ശൂലം ഒന്ന് എടുക്കാവോ? എന്തിനാ? പുറകിൽ ചക്രം വരണോ, അത് പിടിച്ചോളൂ. ഈ ശൂലത്തിൽ പിടിച്ച് ചുറ്റുന്ന ദീപാവലി ചക്രം പോലെയാണോ അത്? ഇത് വിഷ്ണു ചക്രമാണ്, കാളചക്രമാണ്.
നീ ഇവിടെ നിന്നാൽ ഈ സുദർശന ചക്രത്തിൻ്റെ ചൂട് കൊണ്ട് ഈ കൈലാസം മഞ്ഞുമലല്ലേ ഇത് ഉരുകി ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും, വേഗം സ്ഥലം വിട്ടോളൂ പിന്നെ ദുർവാസ മഹർഷി വീണ്ടും വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാൻ പ്രാർത്ഥിച്ചു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ. കൂടിയെല്ലാം ഉയരക്കുന്ന നേരത്തും കൂടിയെല്ലാം അറിയിക്കുന്ന നേരത്തും മധ്യേ കാണുന്ന നേരത്തും മത്സരിക്കുന്നതിൻ്റെ ഗുണാമൃത കൃഷ്ണ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ദുർവാസൻ നാമം ജപിച്ചു വന്നപ്പോൾ വെറു പറഞ്ഞു ഭഗവാൻ. ദുർവാസന അടുത്തി എന്താണ് ചോദിച്ചു. ഈ സുദർശന ചക്രം ഒന്ന് പിടിച്ചു വെക്കണം. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, സുദർശന ചക്രത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭക്തന്മാരുടെ ആരെങ്കിലും അവകാശം ചെയ്താൽ എൻ്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല, പോയിക്കോളൂ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നു അംബരീഷൻ ഭക്തൻ, ഞാൻ ഭഗവാൻ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അംബരീഷനാണ് എനിക്ക് ഭഗവാൻ, ഭക്തന്മാരുടെ ഭക്തനാണ് ഞാൻ. അഹം ഭക്തപരാധീനഃ യസ്വതന്ത്ര ഇവ ദ്വിജ സാധുവിർഗ്രസ്തഹൃദയഃ ഭക്തൈഃ ഭക്തജനപ്രിയഃ. ഈ ഭക്തന്മാർ തൻ്റെ വീട്, ഭാര്യ, മക്കൾ എല്ലാം ഉപേക്ഷിച്ച് അതിലത്ര ശ്രദ്ധയില്ലാതെ എപ്പോഴും എന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനും അതുപോലെയാണ്. എനിക്ക് ഈ വൈകുണ്ഠം ലക്ഷ്മി ഒന്നും ആവശ്യമില്ല, എനിക്ക് എൻ്റെ ഭക്തന്മാരാണ് മുഖ്യം. അതുകൊണ്ട് ഭക്തന്മാർക്ക് അപരാധം ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല, വേഗം അംബരീഷൻ്റെ കാള് തന്നെ വിളിച്ചോളൂ. അംബരീഷൻ ദുർവാസൻ ചോദിച്ചു, ഞാൻ എത്ര തപസ് ചെയ്തിട്ടുണ്ട്, എவ்வளவு പഠിച്ചിട്ടുണ്ട്, എൻ്റെ തപസ്സിനും എൻ്റെ ഒരു ജ്ഞാനത്തിനൊരു വില വേണ്ടേ? എത്ര തപസ് ചെയ്താലും എത്ര പഠിച്ചാലും വിനയമാണ് വേണ്ടത്. ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാത്യംബരീഷ പദമേവ ഭജേതി ഭൂമന്. ജ്ഞാനമായിക്കോട്ടെ തപസ്സായിക്കോട്ടെ വിനയത്തോടു കൂടി വേണം എന്ന് പറഞ്ഞ ഭഗവാൻ ദുർവാസന പറഞ്ഞു വിട്ടു. ദുർവാസൻ തിരിച്ചു എത്തുന്ന സമയത്തിൽ ഒരു കൊല്ലമായി. അടുത്ത വൃന്ദാവനവാസിയിലാണ് എത്തി. അദ്ദേഹം വരുന്നത് വരെ രാജ അഭക്ഷോ ബഹൂവഹ. ആ മഹാത്മാ വന്ന് കഴിക്കുന്നവരെ ഞാൻ വേറെ ഒന്നും കഴിക്കില്ല വിചാരിച്ച് അവിടെ അംബരീഷനും വെറും ജലം മാത്രം കുടിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. ദുർവാസൻ വന്ന ശേഷം നമസ്കരിച്ച് സുദർശന ഭഗവാനോട് പ്രാർത്ഥിച്ചു. സുദർശന നമസ്തുഭ്യം സഹസ്രാരാച്യുതപ്രിയ സർവാസ്ത്രഘാതിൻ വിപ്രായ സ്വസ്തി ഭൂയ ഇടസ്പതി. ഈ ദുർവാസനക്ക് നന്മ ചെയ്യണേ. കുലണ്ണോ വിപ്രദൈവം ചെയ്ത് എൻ്റെ വ്രതം കൊണ്ട് ഭഗവാൻ സന്തോഷിച്ചത് സത്യമാണെങ്കിൽ നീ ഒന്ന് സമാധാനമാവണം പറഞ്ഞപ്പോൾ സുദർശനം സാളഗ്രാമമായി മാറി. പിന്നെ അംബരീഷൻ ദുർവാസനക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് എൻ്റെ അപരാധം ക്ഷമിക്കണേ പറഞ്ഞപ്പോഴാണ്
ദുർവാസൻ തുള്ളിച്ചാടി. അഹോ അനന്തദാസാണ്, അപരാധം ഞാൻ ചെയ്തു, പക്ഷേ മാപ്പ് ചോദിക്കും നീയല്ലേ. ഇതാണ് ഭക്തന്മാരുടെ പെരുമ. ഭക്തന്മാരുടെ പെരുമ ഭഗവാൻ പറഞ്ഞത് പോരാ. ഭക്തന്മാരെ കണ്ടാൽ എന്താണ് ഗുണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇതാ കാരണം ഒരു ദേവനെ കാണാൻ തന്നെ എത്ര ബുദ്ധിമുട്ടണം. ഒരു ബ്രഹ്മാവിനെ കാണാൻ ഹിരണ്യകശിപു ഘോര തപസ് ചെയ്തു. മഹാദേവനെ കാണാൻ 10 തല അറുത്തു രാവണൻ. ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓടുന്ന വഴിയിൽ ഇടയ്ക്ക് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എല്ലാവരെയും കണ്ടു. എന്താ താല്പര്യം? ഭക്തരെ കണ്ടാൽ എല്ലാ ദേവന്മാരുടെ കണ്ടതിൻ്റെ ഫലം എന്നുകൂടി മനസ്സിലാക്കി ഞാൻ. പിന്നെ ഭഗവാനക്ക് അപരാധം ചെയ്താൽ ഭക്തന്മാർ രക്ഷിക്കും. ശിവേരുഷ്ടേ ഗുരുസ്ത്രാത ഗുരൗരുഷ്ടേ നകശ്ചന എന്നോട്. ശിവൻ ചിലപ്പോൾ ചുണ്ടിയെടുത്താൽ രക്ഷിക്കാൻ ഗുരു ഉണ്ടാകും. ഗുരു കോപിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവില്ല. ഗുരു പറഞ്ഞാൽ അവിടെ ഭക്തന്മാരാണ്. അപ്പോൾ ഭക്തന്മാർക്ക് അപരാധം ചെയ്തവർക്ക് ഓരോ ആളും രക്ഷ തരുന്നില്ലെന്ന് മനസ്സിലാക്കി വീണ്ടും അംബരീഷിൻ്റെ അടുത്ത് വന്നു. അതാണ് ഭക്തന്മാരുടെ പെരുമ. തന്നെ ദ്രോഹിച്ച ആൾ വന്നാൽ പോലും അവർക്കും നന്മ വരട്ടെ പ്രാർത്ഥിക്കുന്നവരാണ് ഭക്തന്മാർ. നമ്മളൊക്കെ അങ്ങനെ ഇല്ലേ? നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചാൽ വേഗം അമ്പലത്തിൻ്റെ ഒരു ശത്രു സംഹാരം ഉപ്പാൻ്റെ നടത്തിയ കാര്യമുള്ളൂ. പക്ഷേ അങ്ങനെയല്ലേ, നമ്മളെ ദ്രോഹിച്ചവർക്കും നന്മ വരട്ടെ പ്രാർത്ഥിക്കാൻ എളുപ്പമില്ലേ? അങ്ങനെ ഒരു ബുദ്ധി വന്നാൽ നന്നായി. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലം പ്രസീദത, പ്രഹ്ലാദനമുള്ള പ്രാർത്ഥിക്കാറാവണം. അങ്ങനെ അംബരീഷൻ്റെ പെരുമ പാടി നടന്നു ദുർവാസ മഹർഷി. അംബരീഷിൻ്റെ അംബരീഷിൻ്റെ കഥ 2 അധ്യായത്തിലൂടെ വർണ്ണിച്ചു. അതിനുശേഷം 2 അധ്യായങ്ങളിൽ രാമാവതാർ. ഈ നവമസ്കന്ധത്തിൽ പല രാജാക്കന്മാർ ചരിത്രമുണ്ട്. കാരണം ഗുരുനാഥൻ അതൊക്കെ വിസ്തരിക്കാറില്ല. 2 ചരിത്രമേ പറയുള്ളൂ. ഒന്ന് ഭാഗവതനായ അംബരീഷൻ, പിന്നെ ഭഗവാന്റെ അവതാരം. ഈ രാമാവതാരത്തിൻ്റെ സാരം എന്താണ് ചോദിച്ചാൽ, ഒരാൾ ന്യായമായി ജീവിച്ചാൽ മതി. യാന്തി ന്യായ പ്രവൃത്തസ്യ ത്രിയഞ്ചോപി സഹായതാം അപന്ഥാനം തു ഗച്ഛന്തം സോദരോപി വിമുഞ്ചതി. ന്യായമായി ചലിക്കുന്നവർക്ക് ഉലകത്തിൽ എല്ലാവരും സഹായിക്കും. രാമനെ സഹായിക്കാൻ ഒരു അണ്ണാറക്കണ്ണൻ ഉണ്ടായിരുന്നു, ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു, ഒരു കരടി ഉണ്ടായിരുന്നു. എല്ലാവരും രാമനെ സഹായിച്ചു. അയോഗ്യത്തനം അന്യായ വഴിയിൽ ചെന്ന രാവണക്ക് സ്വന്തം അനുജൻ പോലും അവിടെ ഇല്ലാതെ ഇങ്ങോട്ട് വന്നു. അവന്താനന്ദ ഗച്ഛന്തം സോദരോപി വിമുഞ്ചതി. അതാണ് നമ്മൾ ന്യായം വഴിയിൽ ധർമ്മ വഴിയിൽ ജീവിക്കണം. ധർമ്മപ്രകാരം ജീവിതം നടത്തിയാൽ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും ധർമ്മപ്രകാരം ജീവിതം നടത്തിയാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് കാലം രാവണൻ ദുഃഖിച്ചിട്ടുണ്ട്, ധർമ്മപുത്രൻ ദുഃഖിച്ചിട്ടുണ്ട്. അത് കുറച്ച് കാലമേ ഉള്ളൂ. പക്ഷേ ദീർഘകാലം ധർമ്മത്തോട് ജീവിക്കുന്നവർ ആനന്ദത്തോട് ജീവിക്കും. അതാണ് ഇവിടെ കാണിച്ചു തരുന്നു. ഇന്ന് 2 അധ്യായത്തിൽ രാമായണം വർണ്ണിച്ച് അതിനുശേഷം പരശുരാമൻ്റെ അവതാരം, പിന്നെ ബലരാമാവതാരം, കൃഷ്ണാവതാരം എല്ലാം വർണ്ണിച്ച് ചുരുക്കി ഒരു 13 ശ്ലോകത്തിൽ ചുരുക്കി വർണ്ണിച്ചു കൃഷ്ണാവതാര കഥ. അപ്പോഴാണ് പരീക്ഷത്തിന് സങ്കടമായി. പരീക്ഷിത്തു ശുകാചാര്യനോട് ചോദിക്കുന്നു, കഥിതോ വംശവിസ്താരഃ